Hi friends, welcome to our channel Nia Easy Hacks. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ വേറെ എവിടെ നിന്നല്ല, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും അല്ല, മീഷോയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ആൾ വരും. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാക്കിങ്ങിൻ്റെ ഈ കവറൊക്കെ ചുരുങ്ങി കൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. വേറൊരു ബോക്സ് ഉണ്ട്. അതൊക്കെ നല്ല ബോക്സ് ആട്ടോ. QR കോഡൊക്കെയാണ്, മൊത്തം ചേഞ്ചസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്നും അറിയില്ല. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചാർജർ കിട്ടിയിട്ട്, ഇത് നമ്മൾ ഈ USB ടൈപ്പാണ്. നമ്മുടെ ഈ മൊബൈലിൽ പിന്നെ ചാർജിൽ കുത്തിയാൽ ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ ബാൻഡ്. ഇതിൻ്റെ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വയ്ക്കും. വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പുള്ളിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്റ്റിക്കർ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കണം. നമുക്കിതൊന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ബാൻഡ്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കാം. അതെ, ഓണായി വരുന്നുണ്ട്. കാണാവോ? ഇതേ ഇപ്പോൾ 12:02 സമയം കിടക്കുന്നത്. ഫ്രണ്ട് ക്യാമറ അത്രയ്ക്ക് ക്ലിയർ അല്ല, ബാക്ക് ക്യാമറയിൽ കാണിക്കാം. അപ്പോൾ ഇതിൽ ടൈം തെറ്റാണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ വാച്ച് നമുക്കിതൊന്ന് ഓണാക്കാം. ഇതേ 12:04 കാണിക്കുന്നുണ്ട്. പിന്നെ ഇതേ സ്റ്റെപ്സ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റാണിത്. അപ്പോൾ ഇതേ ഇവിടെ ആയിട്ടൊരു ഗ്രീൻ ലൈറ്റ് എത്തുന്നുണ്ട്. പിന്നെ മ്യൂസിക് നമ്മൾ ഈ മൊബൈലിലൊക്കെ മ്യൂസിക് പാട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ നെക്കുവാണെങ്കിൽ നമുക്ക് പാട്ട് മാറ്റാനൊക്കെ പറ്റും മ്യൂസിക്കിൽ. കണ്ടോ, ഇങ്ങനെയാണ്. ഇതുപോലെ നെക്കി നമുക്ക് ഇത് പൗസ് ചെയ്യണമെങ്കിൽ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നെക്കി പിടിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ്. ഇനിയുള്ളത് മോർന്നുള്ളതിൽ വെക്കാം. ഇതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ല. ഇപ്പോൾ ഞാനെന്താ ഇങ്ങനെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും പറ്റില്ല. ക്യാമറ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈലിലെ ക്യാമറ നമ്മൾക്കിത് റിമോട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ ഇങ്ങനെ ഞെക്കുവാണെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓണാവും നമ്മുടെ ക്യാമറയിൽ ചെയ്ത്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പവർ ഓഫ്. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ടൈമൊന്നും ഇപ്പോൾ ശരിയല്ല, കറക്റ്റ് അല്ല. അപ്പോൾ ഈ തരം സ്മാർട്ട് ബാൻഡുകളിൽ ഇതിൻ്റെ ടൈമും ഒന്നും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സെറ്റിങ്സും ഒന്നും ഇല്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ടൈമും വാൾപേപ്പറൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ടാണ് അടുത്തായിട്ട് വരുന്നത്. അതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. ആ വീഡിയോ നിങ്ങൾ ആരും കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.